ഒരു പടം എഴുതിയേക്കാം എന്ന് തോന്നിയത് എന്താ? ബ്രേക്ക് കിട്ടുന്ന ഇടവേളകളിൽ അങ്ങനെ കുറിച്ച് വയ്ക്കുകയായിരുന്നു. അല്ല, ഈ മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്പാർക്ക് ഒക്കെ കിട്ടിയായിരുന്നോ? ഇല്ലില്ല, അങ്ങനെ സിനിമ എഴുതാൻ പറ്റുമോന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. പണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞത് ഒത്തിരി വായിക്കണം എന്നാലേ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമെന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാനധികം വായനയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് അതിനെ പറ്റി, പക്ഷെ കഥകൾ ഇങ്ങനെ ചുമ്മാ എന്നൊക്കെ പറയും. ഇതൊക്കെ എങ്ങനെയൊക്കെ എഴുതി തീർന്നു. എങ്ങനെയൊക്കെ എഴുതി കണ്ടിട്ട് ഞാൻ ആൾക്കാർ പറയും. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാ വിലയിരുത്തുന്ന സിജു? ഇത്ര ഈ സ്ട്രക്ചർ, അതുപോലെ ക്യാരക്ടർ അനാലിസിസ്, ഡീകോഡിങ്, എൻകോഡിങ്, അതിനെ പറ്റിയൊക്കെ? ഇല്ല, ക്യാരക്ടർ അങ്ങനത്തെ ഭയങ്കര ഡെപ്ത് അല്ലെങ്കിൽ ഭയങ്കര ലേയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള രീതിയിലല്ല മൊത്തത്തിൽ ഇതിന്റെ ഒരു ഇത്. കുറച്ചുകൂടെ സിജുയുടെ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു റൈറ്റിംഗ് ആണ്. ബേസിക്കലി റീൽസ് സിജു അങ്ങനത്തെ ഒരു സ്പേസിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഈ സോഷ്യൽ മീഡിയ, റീൽസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഇപ്പോഴത്തെ ഒരു വേറൊരു രീതിയിലുള്ള. അപ്പൊ അത്തരത്തിലുള്ള സീനുകളും പാരഡികളും സ്പൂഫ് സ്വഭാവമൊക്കെ ഉള്ള, സർക്കാസമൊക്കെ ഉള്ള, നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കുള്ള പോപ്പുലർ ആയിട്ടുള്ള അങ്ങനത്തെ മറ്റേ ക്യാരക്ടേഴ്സ്, സോഷ്യൽ മീഡിയ ലിങ്കോ, സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഒരു കണക്ഷനും പോപ്പ് കൾച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലെ ഇപ്പോൾ ടീസർ കാണുമ്പോഴും ഒക്കെ നമുക്കറിയാലോ, മറ്റേ സിവിക് സെൻസ് എന്ന് പറയുന്ന ടീസർ, അല്ലെങ്കിൽ ട്രെയിലറിലൊക്കെ അത്തരത്തിലുള്ള സൂചനകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു റൈറ്റിംഗ് ആണ്. സിജുയുടെ സ്ട്രെങ്ത് നന്നായിട്ട് സിജു യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിലറിനകത്തെ ഈ ആംഗ്രി യങ് സൂപ്പർ സ്റ്റാർ, സാഡ് സൂപ്പർ സ്റ്റാർ, നോട്ടി സൂപ്പർ സ്റ്റാർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ശരിക്കും സ്വയം ട്രോളുന്ന വേണ്ടിയിട്ട് വെച്ചു കൊടുത്തതാണോ അതോ ഇവരുടെ ഐഡിയ ആണോ അത്? ഇവരായിട്ട് വെച്ച് ഇതൊക്കെ ഇതാണ് കൂടുതൽ പരിചയമുള്ളവരുമായിട്ടൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. കൂടെ തരുന്ന പണികളാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടൊവിനോ ആണ്, സംവിധാനം ചെയ്യുന്നത് എൻ്റെ സിനിമയിൽ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തിരുന്ന ശിവപ്രസാദാണ്, സിജു സോണിയാണ് ഇത് എഴുതുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് പാരപണിയാൻ വേറെ ആൾക്കാരുടെ ആവശ്യമില്ല. അതുകൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അവരെനിക്ക് നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട്. ഇപ്പൊ ട്രെയിലറിൽ കണ്ടത് മാത്രമല്ലാതെ ബാലൻസിങ് സ്റ്റാർ എന്നും പറഞ്ഞ സിനിമയിൽ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഞാനത് എടുത്ത് മറ്റേ ഡബ് ചെയ്യാൻ നേരത്താണ് എഡിറ്റർ അവന്റെ ഭാഗത്ത് വേറെ. അങ്ങനെ ഒരു പ്രത്യേക തരം വിനോദങ്ങൾ എന്തൊക്കെയാണോ എന്തെങ്കിലൊക്കെ ആട്ടെ. ഈ മരണമാസം നടക്കുന്ന സമയത്തല്ലേ ഈ കൺവിൻസിംഗ് സ്റ്റാർ പ്രതിഭാസം നടക്കുന്നത്? അത് സെറ്റിൽ ഭയങ്കര ഒരു ഓളമായിരുന്നല്ലേ? അതെല്ലാരും ആഘോഷിച്ചു, കൊണ്ടാടി. നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡ് വൈറലായിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഷൂട്ടിങ്. അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മളെല്ലാവരും അതിന്റെ പിന്നെ ഇവര് പറയുമ്പോഴാണ് ഞാനത് അറിയുന്നതും ഇൻസ്റ്റാഗ്രാം നോക്കാൻ തുടങ്ങിയതൊക്കെ അതിന് ശേഷമാണ്. ഇത്രയും കാലം ഇല്ലാത്ത ഒരു ആരാധന, ഇത്രയും റീച്ച് ആയിട്ടുള്ള കാര്യം അറിയുന്നത് അവിടെ വെച്ചിട്ടാണ്. സുരേഷ് ഏട്ടൻ തന്നെ പിന്നെ ആലോചിച്ചുണ്ടാക്കാൻ തുടങ്ങി. ശരിയാണല്ലോ, മറ്റേ പടത്തിലും ഇങ്ങനെയാണല്ലോ, ഈ പടത്തിലും ഇങ്ങനെയാണല്ലോ. പിന്നെ നമുക്ക് പഴയ സുരേഷ് ഏട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു തമിഴ് സിനിമയിലെ സീനൊക്കെ കാണിച്ചത് ഒരു മന്ത്രവാദിയായിട്ട്. അപ്പൊ അതിലും ഉണ്ട് ഇതുപോലത്തെ കൺവിൻസിംഗ് ഒക്കെ. ആരെയോ ഏതൊരു കൊച്ചിനെ കൺവിൻസ് ചെയ്തിട്ട് ഗുരുവിനെ കൺവിൻസ് ചെയ്തിട്ട് തട്ടിക്കളയും. അപ്പൊ അന്നേ തുടങ്ങിയതാണുള്ള മൂഡിലായി പോയി, കൊച്ചിലേ തുടങ്ങി. അപ്പോഴാണ് സുരേഷ് ചേട്ടനും അത് മനസ്സിലാക്കുന്നത്. ശരിക്കും ഞാൻ ആക്ച്വലി ഇങ്ങനെ ആയിരുന്നല്ലേ എന്നുള്ള ഇതിൽ നമ്മളും അപ്പൊ ശരിയാണല്ലോ എന്നൊക്കെ. എന്റെ മക്കളും അറിയുന്നത് അപ്പൊ തന്നെയാണ്. അവര് സിനിമ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അത്രയും പഴയ സിനിമകളിലൊക്കെ തന്നെ അന്നും ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ അടുപ്പിച്ച് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ അപ്പോഴാണ് അറിയുന്നത്. മക്കളും തിരിച്ചറിയുന്നത് ഇപ്പൊ ജീവിതത്തിലും പല സമയത്ത് അവര് പറ്റിക്കപ്പെട്ടതൊക്കെ അച്ഛൻ കൺവിൻസ് ചെയ്തതാണെന്ന് അവരും തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ആയിരുന്നു. ഇപ്പൊ ഒരു വിലയില്ല, എന്ത് പറഞ്ഞാലും കേട്ടിട്ടുണ്ട് പാടുകളൊക്കെ. ഇപ്പൊ ഒരാൾ പറഞ്ഞങ്ങനെ മനസ്സിലാക്കുമ്പോ അവരിങ്ങനെ നീ പോടുന്നു പറയുന്നുണ്ടോ? മനഃപൂർവ്വം അങ്ങനെ ഒരാളെ പറഞ്ഞു പറ്റിക്കാനോ അതൊന്നും ചെയ്യാറില്ല. പിന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട്.
വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കളയാം എന്നുള്ളതല്ലാതെ. പക്ഷെ സുരേഷ് ചേട്ടൻ അറിയുന്നവർ സുരേഷ് ചേട്ടൻ ഒരു മോട്ടിവേഷൻ സ്റ്റാർ ആയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപാട് പേര് ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോൾ അയാൾക്ക് ഒരു പുഷ് കൊടുക്കാനോ ഒരു കോൺഫിഡൻസ് കൊടുക്കാനോ ഒക്കെ ഒരു ജെനുവിനായ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഇവർ പറയുന്നവർ പറയട്ടെ, പക്ഷെ നീ ശരിക്കും ഞങ്ങൾക്ക് തന്ന മോട്ടിവേഷൻ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞവരുണ്ടോ? ഇഷ്ടം പോലെ അല്ലേ, ഇഷ്ടം പോലെ ആൾക്കാരുടെ ജയിലില്ല കഴിഞ്ഞ 3 ദിവസമായിട്ട് നീ ആദ്യമായിട്ടൊരു നല്ല തമാശ സന്തോഷമാണ്. ഞാനിവിടെ പറഞ്ഞ വിഷമം അതന്നല്ലേ എടാ ഒരു കോംപ്ലിമെന്റിന് നീ എനിക്ക് എന്തിനാളാ പണിയാൻ നല്ല കൂട്ടത്തിൽ ബാക്കിങ്ങളെ പറയുന്നത് അല്ല, പൊതുവേ ഒരു കെയറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ഇതുള്ള ആളാണ്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ എന്നെ സ്കൂൾ ഹെഡ്മാസ്റ്റർ എന്നാ പറയാ. കാരണം ഒരു സ്ഥലത്തേക്ക് യാത്ര ഇറങ്ങി പോകാന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എല്ലാവരുടെ കാര്യങ്ങൾ നോക്കി കെയർ ചെയ്ത് തിരിച്ച് സേഫായിട്ട് എത്തണ വരെയും എൻ്റെ മൈൻഡിൽ മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലാതെ വെറുതെ ഒരു നല്ല ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉള്ള ആളാണ് സുരേഷ്. സൗഹൃദങ്ങൾ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ആളും കൊണ്ടുപോകുന്ന ആളുമാണ് സുരേഷ്. അതിപ്പോ പ്രായം എന്നുള്ളതൊന്നുമില്ല, എല്ലാവരുമായിട്ടും പെട്ടെന്ന് സിങ്ക് ആവുന്ന തരത്തിലുള്ള. അപ്പൊ നമ്മുടെ ആണെങ്കിലും ഇപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നില്ല, അവസാനം വീട്ടിൽ പോ. അല്ല, ഇവരൊക്കെ നേരത്തെ പരിചയമുള്ള ആൾക്കാരാ. എന്നെ സംബന്ധിച്ച് ഇവരൊക്കെ എനിക്ക് അധികം അടുത്ത് അറിയുന്ന ആൾക്കാരല്ലായിരുന്നു. ഈ സിനിമയിലാണ് ഞാൻ കൂടുതൽ അടുക്കുന്നത്. അപ്പോൾ അവർക്കും എന്നെ ഒരു മാറ്റി നിർത്താൻ ഒരു അവസരം കൊടുക്കരുത്, എനിക്കും അവരെ കൂടെ കൂടണം എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ഷൂട്ടിന് മുമ്പ് തന്നെ ഞാൻ ഇവരുടെ ഫ്ലാറ്റിൽ പോയി ഇവരുമായിട്ടൊന്ന് കമ്പനിയായി. ഈ സുരേഷിന്റെ ന്യൂ ജനറേഷൻ സിനിമയ്ക്കുള്ള വരവും അതായിട്ട് സിങ്ക് ആയത് ഞാൻ പലപ്പോഴും കുറച്ച് അതിശയത്തോടുകൂടി നോക്കിയിട്ട്. കാരണം ഇപ്പൊ സിദ്ദിഖ് ലാലിലെ ലാലൊക്കെ യങ് ജനറേഷനായിട്ട് സെറ്റ് ആവുക സിങ്ക് ആവുക നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം ലാലിനുള്ളിൽ നമ്മൾ കാണുന്ന ലാൽ സാറിന്റെ സ്വഭാവത്തിൽ ആ ജോവിയൽ നേച്ചറുണ്ട്. നമ്മൾ കാണുന്ന സുരേഷ് ചേട്ടനിൽ സിനിമകളിലൊക്കെയും ചതിയനാണ് ഒരുവിധം. ആ നേച്ചർ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഹണിബി തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ന്യൂ ജനറേഷൻ പിള്ളേരായിട്ട് പെർഫെക്റ്റ് സിങ്ക് ആയി. അത് ആ ചെറുപ്പം അങ്ങനെ ഉള്ളിൽ എല്ലാ ഏജ് കാറ്റഗറി ഉണ്ട്. ബേസിൽ പറഞ്ഞ പോലത്തെ ഇപ്പൊ ലാലേട്ടൻ എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്താണ്, ചേട്ടനെ പോലെയാണ് പുള്ളി. അല്ലെങ്കിൽ ഇപ്പൊ സിജു ഏറ്റവും പുതിയ തലമുറയിലുള്ള ആൾക്കാരാണ്. അവരും എന്റെ കമ്പനിക്കാരാണ്. എല്ലാവരും നമ്മുടെ കമ്പനിക്കാരാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കൂട്ടത്തിലേക്കും ജെൽ ചെയ്ത് പോകുന്ന ഒരാളാണ്. സുരേഷിന്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എന്താ കാണുന്നത് ആസ് ആൻ ആക്ടർ? എക്സ്പീരിയൻസ് തന്നെയാണ് അത്. നമ്മള് ഞാനെപ്പോഴും കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഡയലോഗ് പറഞ്ഞിട്ട് പോകുന്നതല്ല അഭിനയം എന്നുള്ളതൊക്കെ സുരേഷ് ചേട്ടനൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഡയലോഗ് പറയുന്നതാണെങ്കിലും ക്യാമറ എവിടെയിട്ടിരിക്കുന്നു, അതിനെങ്ങനെ ഫേവർ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ സുരേഷ് ചേട്ടനാണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴും പറയും ഇങ്ങോട്ട് മാറി എന്നിട്ട് ഇങ്ങനെ പറയാം, അപ്പോൾ ടൈമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. സുരേഷ് ചേട്ടനുള്ള ഒരു അൺഎക്സ്പ്ലോർഡ് ആക്ടർ ഉണ്ട് ഇനിയും. തേച്ചാൽ ഇനിയും എനിക്ക് എടുക്കാം. സുരേഷ് ചേട്ടൻ ഇത്രയും കാലം തേപ്പായിരുന്നു, എല്ലാവരെയും തേച്ചോണ്ടിരിക്കുകയായിരുന്നു സിനിമയില്. ഇനി സുരേഷ് ചേട്ടനെ തേച്ചാൽ കുറച്ചുകൂടെ മിനിങ്ങാം. സണ്ണിയിലൂടെ അതിനൊരു തുടക്കമാവട്ടെ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ 34 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമ കാണാൻ തുടങ്ങിയിട്ട്. സിനിമയിലേക്ക് 4 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കണോ? അതൊക്കെ എത്രയോ കാലമായി, കണ്ടാ പറയില്ലെങ്കിലും 1/2 നൂറ്റാണ്ടാവാനായി. അപ്പൊ അത്രയും എത്രയോ സംവിധായകർ എത്രയോ നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ ഈ ബേസിലിന് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പവർ ഹൗസ് പെർഫോമർ എന്നൊക്കെയാണ് പറയുന്നത്. പവർ ഹൗസ് പെർഫോമറുടെ ഓപ്പോസിറ്റ് നിന്ന് പെർഫോം ചെയ്യാൻ നേരത്തെ ഈ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, എത്രമാത്രം ദുഷ്കരമായിരുന്നു അത്? കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അങ്ങനെയല്ല, ബേസ്ലൈൻ സ്പോട്ടില് ഇങ്ങനെ ഓരോന്ന്. അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ നമ്മള് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ബസ്സിലായിരുന്നു അവിടെ ഒരു കമ്പനി അധികം
പക്ഷെ നമ്മൾ സീൻസ് ചെയ്തോണ്ടിരിക്കുമ്പോ ബേസിലായിട്ടും അത് ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കും ഒരുപാട് പറഞ്ഞൊക്കെ തരും. അപ്പൊ അതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഒരു കുറച്ചും കൂടെ രസമായിരുന്നു ബാക്കി. ശരിക്കും കലിപ്പന്റെ കാന്താരിയാണോ മരണമാസത്തിനകത്ത്, അതോ കുറച്ച് ബോധം വെച്ച കലിപ്പന്റെ കാന്താരി, അങ്ങനെ ഒരു ആർക്കുണ്ടോ? ഇല്ല, കലിപ്പന്റെ കാന്താരി അങ്ങനൊന്നും അല്ല. ബോധമുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഏതാ സിജു കാരണം എഴുതുന്നത് സിജു ആണ്. അതിനെ അഭിനയിച്ച് ബോധമാക്കാൻ ഇവർക്കും അറിയാം. രാജേഷ് മാധവനെ കാസ്റ്റ് ചെയ്യാൻ കാര്യമാണ്. ശിവച്ചേട്ടൻ എന്റെ ഡയറക്ടർ ഇവരൊക്കെ പണ്ടോട്ടെ കമ്പനിക്കാരാണ്. ഇവൻ ഒരുപാട് ശ്രമിച്ചതാ. ഇത് എഴുതുന്ന സമയത്ത് രാജേഷന്റെ കാര്യങ്ങളെന്ന് പറയാം, രാജേഷിന് ഒരു പരിപാടി വെക്കണം, പക്ഷെ അത് പിന്നെ അത് സീരിയൽ കില്ലറിലേക്ക് എത്തുകയാണ്. ഇപ്പൊ എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് ഒരു ക്രൂര സ്വഭാവം കാണുന്നുണ്ട്. സുരേഷിന്റെ ക്യാരക്ടർ അത്ര ഞാൻ കണ്ടില്ല, പതിനുപരീതമായിട്ട്. പക്ഷെ ബാക്കി എല്ലാവരിലും കുറച്ച് ക്രൂവൽ സ്വഭാവം കാണുന്നുണ്ട്. സുരേഷിന്റെ പൂക്കിയാണ്. ശരിക്കും അതൊരു ഡാർക്ക് സ്വഭാവമാണോ അതോ ഇവരുടെ ഉള്ളിലൊക്കെ ശരിക്കും ഈ പറഞ്ഞ കുറച്ച് വയലൻസ് സ്വഭാവം ഉണ്ടോ? ഇല്ല, ഇവരെല്ലാം പാവങ്ങളായിട്ടുള്ള ആൾക്കാരാ. ബേസിക്കലി വയലൻസ് പൊതുവെ പുറത്തിൽ വയലൻസ് ഒന്നും വയലൻസിനായിട്ട് അങ്ങനെ വയലൻസ് ഒന്നും ഇല്ല. രാജേഷിന്റെ ക്യാരക്ടറിന് അതിന് സീരിയൽ കില്ലർ ആണല്ലോ, അപ്പൊ പിന്നെ പാവാൻ പറ്റൂല. അയ്യോ പാവ സീരിയൽ കില്ലർ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഉള്ളി മാത്രം വയലൻസ് സ്വഭാവമുണ്ട്, ബാക്കിയുള്ളവരൊക്കെ സ്വഭാവങ്ങളാ. ഈ നിങ്ങൾ ഈ പടത്തിന്റെ ഒക്കെ ഷൂട്ടിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഈ 2K കിഡ്സിന്റെ ഒരു ജെൻസി കിഡ്സിന്റെ ഒക്കെ ലിംഗോ യൂസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് കുറെ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഓറ 100,000+ സ്പൂക്കി പിഗിഡി, അല്ല പൂക്കി സ്പിഗിഡി, പൂക്കി സ്കിബിഡി. കബഡി ഈ പുതിയ ലിംഗോ ഒക്കെ മനസ്സിലായോ, അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ? ഒന്നും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് പിന്നെ അത് നമ്മളൊക്കെ നമ്മുടെ ജനറേഷന്റെ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയാം. ഇവർക്കൊക്കെ കൃത്യമായിട്ട് അറിയില്ല, എന്നാലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. സ്കിബിഡി റിസ് പറഞ്ഞിട്ടൊക്കെ സിജുവിനൊക്കെ. സുരേഷേട്ടന്റെ റിസിനെ പറ്റി എന്താ ചേട്ടൻ്റെ ഒരു അഭിപ്രായം? സുരേഷേട്ടൻ നല്ല റിസാണ്, നല്ല കാര്യമാണ്, നല്ല കാര്യം. റിസ് ശരിയാ നല്ലതാണെന്ന് പറയുന്നതാണോ പോരാന്ന് പറയുന്നതാണോ നല്ലത് എന്നുള്ള കൺഫ്യൂഷൻ ആയല്ലേ? റിസിലെ കൺഫ്യൂഷൻ. അതാ എനിക്ക് പുതിയ വാക്ക് ഇപ്പൊ കേൾക്കുന്നത്. പിന്നെ കമന്റ് ഇട്ടതൊക്കെ അത് മറ്റതല്ലേ സ്പിഗിഡി. സ്കിബിഡി അറിയാം. ഈ റിസ് എന്ന് വെച്ചാൽ ഒരുപാട് പേരെ ആകർഷിക്കാനുള്ള, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളൊക്കെ ആകർഷിക്കാനുള്ള ഒരു വൈബ്. ഒരു വൈബ്. സൂപ്പർ റിസാണ്. ഡബിൾ ഡബിൾ. ഒരു പൂക്കിയാക്കാൻ കൊള്ളാവോ? ഇല്ല. അവനൊരു അതങ്ങനെ ഒരു ടോക്ക്. പുതിയ എന്തെങ്കിലും വാക്ക് വേണം. ഓക്കെ ഓക്കെ. ബ്രെയിൻ റോട്ട്. വയനാടൻ മോഹർ അതിലൊന്നും ഈ അഴുക്കച്ചറക്കൻ്റെ ശേഷം ഈ പുതിയ പടങ്ങള്, പുതിയ പിള്ളേരുടെ ഈ ലിംഗോ, അവരുടെ മാറുന്ന സംസ്കാരം. ഇപ്പോൾ ഒരാൾ ഭയങ്കര മാസായിട്ട്, ഒരു പുരുഷൻ മാസായിട്ട് ഒരു സിനിമയിൽ കാര്യമാണെങ്കിൽ അയാൾ ഒരു ആൽഫ മെയിൽ സ്വഭാവമുള്ള ആളാണെന്നൊക്കെയാണ് പുതിയ പിള്ളേർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ പടം ചെയ്യുന്ന സമയത്ത് ഈ ജനറേഷൻ അവരുടെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അവരുടെ ലിംഗോ അതും കൂടി മനസ്സിലാക്കിയിട്ടൊക്കെയാണോ സിനിമ കഥാപാത്രങ്ങളൊക്കെ സമീപിക്കണേ? അല്ല, എനിക്ക് അങ്ങനെ അത്ര ധാരണയൊന്നുമില്ല ഇതിനെ കുറിച്ച്. ഞാൻ പിന്നെ ചുറ്റുമുള്ളവരൊന്നും ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഞാൻ ഈ സിജു ആണോ ഇതിന്റെയൊക്കെ റെഫറൻസ് ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ? നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. ഇതങ്ങനെ വന്നപ്പോ നമ്മൾ നെറ്റിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തു. അനീഷിനൊക്കെ ചെറുതായിട്ടൊക്കെ അറിയായിരിക്കും അല്ലേ? സിഗ്മയും അറിയായിരുന്നു, ആൽഫ അറിയാം. ബാക്കിയൊക്കെ നെറ്റിൽ നിന്ന് തപ്പി കണ്ടുപിടിച്ചു. സ്കിബിഡിയൊക്കെ എനിക്ക് മറ്റേ തൗഫീഖൊക്കെയാണ് പറഞ്ഞു തന്നത്. നമ്മുടെ എഗ് വൈറ്റ് അവരെന്തോ
നല്ലൊരു അവൻ കുറച്ചും റിസൾട്ട് ഇതൊക്കെ പഠിച്ചാലേ അവിടെ ധാരണയുണ്ട്. എന്നിട്ട് തീയുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് കാര്യമില്ല. അതെ ചെക്കുള്ള ഈ സ്വയം ഒരു കഥാപാത്രം എഴുതുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ ചെയ്യാനൊക്കെ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ ഡയറക്ടർ ആദ്യം എന്നോട് പറഞ്ഞത് എനിക്ക് റോൾ ഇല്ലെന്നാ. ആ അപ്പോഴത്തേനും ഞാൻ ഡെസ്പായി പോയി. ഞാൻ പിന്നെ കുന്ത എന്തെങ്കിലും പിന്നെ അവസാനമാണ് ആരോടും പണ്ട് ആദ്യം ഞാൻ സീരിയൽ കില്ലറിലായിരുന്നു പിടിച്ചിരുന്നത്. അവിടെ തന്നെ തട്ടി ആരോടും പറയണ്ടാന്ന് ഇന്റർവ്യൂവിന് വന്നിരുന്നോ നമ്മള് നോർമലി ഇതാരോടും പറയണ്ട. ഇത് പുറത്തറിയില്ല. നമ്മുടെ ഉള്ളിൽ ഇന്നാണ് ഇതിനകത്ത് എനിക്ക് കണ്ടക്ടർ വേഷം തന്നത്. ഉള്ള കാര്യം പറയല്ലേ, ഇതിൽ ഏറ്റവും നല്ല സട്ടിലായിട്ടുള്ള ഏറ്റവും ഡെപ്ത് ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ ആൾക്കാർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഉള്ള ആകപ്പാട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ തന്നെ കാര്യം. നന്മ നിറഞ്ഞ ഒരു ആ ക്യാരക്ടർ ആദ്യം ബേസിലുണ്ടായിരുന്നു. ആദ്യത്തെ ഡ്രാഫ്റ്റിലൊക്കെ വന്നപ്പോഴത്തേനും ഇത് പക്ഷേ സിനിമയിൽ ഇതിനാണ് കൂടുതലും ആൾക്കാർക്ക് ഇതുണ്ടാവുന്നത്. ഇവര് പടത്തിലെ കുട്ടിക്കാലം, അച്ഛൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട്. ഞാനൊക്കെ ജനിക്കുമ്പോഴേ ഇങ്ങനെയായിരുന്നു. വീടും കുടുംബം ഒന്നുമില്ല. സുരേഷ് ഏട്ടന് ഇതുണ്ട്, ഭാര്യയുണ്ട്, കല്യാണം കഴിക്കാൻ പേരുണ്ട്. ആയിട്ടില്ല. ഭാര്യയായിട്ട് ഭാര്യ ആവും. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. ബസ് വണ്ടി പഠിക്കുന്നു, ഒരു ഫോട്ടോ കല്യാണം വെച്ചെന്ന് പറഞ്ഞു. ഈ നാഗസേനന്റെ റെഫറൻസ് ഒക്കെ ആ ഇൻഫ്ലുവൻസറിനൊക്കെ ഫോളോ ചെയ്യായിരുന്നു സുരേഷ് ഏട്ടൻ? കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മളത് ഉണ്ടായിരുന്നത് ആ ഇവർ ആരംഭത്തിലെ പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. അവർക്കറിയാം അവർ ഈ പടത്തിലുള്ള കാര്യം. പിന്നെ അവര് ഡബ് ചെയ്തിട്ടുണ്ട്. ഡബും ചെയ്തിട്ടുണ്ട്. ഓ നൈസ്. ഇവര് അവരുടെ വീട്ടിൽ പോയി സംസാരിച്ച് അതെല്ലാം അവിടെ ഇപ്പൊ എല്ലാം സെറ്റ് ചെയ്തതാണ്. ഇവരൊക്കെ അവരുടെ ഫാനായി മാറുകയും ചെയ്തു. ഞാൻ ഓൾറെഡി വീഡിയോസ് കാണുന്നതാണ്, ഞാൻ ഫാനാണ്. ഈ ഇപ്പോൾ നമ്മുടെ പൊന്മാൻ ഇറങ്ങിയതിന് ശേഷമേ ആളുകൾ ബേസിൽ നിന്ന് പെർഫോമറിനെയും കൂടി എടുത്ത് പറയുന്നു, ഇപ്പോൾ കോമഡി ലൈറ്റ് സിനിമകളല്ല, നല്ല പവറുള്ള വേഷങ്ങൾ എടുത്ത് ചെയ്യാൻ പറ്റും. ഒരുപാട് റെഫറൻസുകൾ വരുന്നു. ഇത് ഭരതനാണ് സംവിധാനം ചെയ്തതെങ്കിൽ ജയറാം ചെയ്യേണ്ട വേഷമാണ്, അങ്ങനെ അങ്ങനെ ഒരുപാട് കമ്പാരിസണുകളൊക്കെ വരുന്നു. പൊന്മാന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് അങ്ങ് കനമുള്ള കഥാപാത്രങ്ങൾ എടുക്കുക അങ്ങനെ ഉണ്ടോ? കനം എന്നുള്ള രീതിയിലില്ല, നല്ലത് കുറച്ചുകൂടെ. അപ്പൊ എഴുത്തുകൾക്കും അങ്ങനത്തെ ഒരു ഡെപ്ത് ലെയറൊക്കെ വരുമല്ലോ. ഈ ഇപ്പൊ തമാശ ചെയ്യുമ്പോൾ അതിനകത്ത് എപ്പോഴും ഈ പറയുന്ന ബോഡി ലാംഗ്വേജും വിഷ്വൽ കോമഡിയും കൗണ്ടർ കോമഡികൾ എന്നൊക്കെ പറയുന്നതിലാണല്ലോ നമുക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടെ അതൊരു ലിറ്ററേച്ചറിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പൊന്മാൻ. ഒരു സിനിമ, ഒരു ബുക്കാണല്ലോ സിനിമയാവുന്നത്. ബുക്കിൽ അത്രയും ഡെപ്തിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് ഡീറ്റെയിലിങ്ങും ഒരുപാട് നല്ല ഡയലോഗ്സിലും ഒക്കെ നമുക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ അതിന് അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ. ഒരു നോവലാണല്ലോ ബേസിക്കലി. ആ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പൊന്മാന്റെ ക്യാരക്ടറിന്. അപ്പൊ ഇനി ചെയ്യുമ്പോഴും കുറച്ചുകൂടെയൊക്കെ നമുക്ക് മേ ബി കുറച്ചുകൂടെയൊക്കെ ബെറ്റർ റൈറ്റിംഗ് ഉള്ള സിനിമകൾ വരുമായിരിക്കാം. ഇപ്പൊ ചെയ്തൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പൊന്മാൻ മേ ബി ഇനി ചെയ്യാൻ വരുന്നവർക്കും ചിലപ്പോൾ അവർക്കും അതൊരു എക്സൈറ്റിംഗ്, പുതിയ രീതിയിൽ ആലോചിക്കാനുള്ളൊരു ഓപ്പണിംഗ് ആയിരിക്കാം. അതുകൊണ്ട് നല്ല സിനിമകൾ വരുമ്പോൾ അത് ചിലപ്പോൾ ചൂസ് ചെയ്തിരിക്കാം. ഈ പൊന്മാനിലെ അജേഷ് ഇപ്പൊ നേരത്തെ സാറിന്റെ കാര്യം പറഞ്ഞ പോലെ അതിന് ആ ക്യാരക്ടർ പറയുന്ന ഡയലോഗ്സ് മാത്രം വെച്ച് എത്രയോ മോട്ടിവേഷണൽ വീഡിയോസ് വരുന്നു. ആളുകൾ അത് കണ്ട് ഇൻസ്പയർഡ് ആവുന്നു. ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ടൈംലെസ് സ്വഭാവം ഉണ്ടാവും എന്നത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു. അജേഷ് സ്പെഷ്യലാണ്, അങ്ങനെ തോന്നിയിരുന്നു. ആ നോവൽ വായിക്കുമ്പോൾ നമ്മൾ അജേഷ് ആണ് നോവല്. നമുക്ക് നോവൽ വായിച്ചു കഴിഞ്ഞാലും 2-3 ദിവസം അജേഷിന്റെ ഹാങ് ഓവറിലാണ് നമ്മൾ ഉണ്ടാവുക നോവൽ വായിക്കുമ്പോഴും. അന്നേരം അജേഷിന് ഒരു മുഖവും ഇല്ല. അപ്പോൾ പക്ഷെ അജേഷ് എന്ന് അങ്ങനെ പേരെടുത്ത് പറയും. അജേഷ് എന്നുള്ള പേര് നമ്മൾ പല സമയത്തായിട്ടും അജേഷിനൊരു കനം ഉണ്ടായിരുന്നു. ആ ഒരു എന്താ പറയാ, ലോഡ്ജിലെ ആ സീനൊക്കെ ബുക്ക് വായിക്കുമ്പോഴും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പുള്ളി അജേഷ്. കാരണം നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണല്ലോ. നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറി മലയാളി എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട എല്ലാം അങ്ങനത്തെ ഒരു ഫൈറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അജേഷ് പറയുന്നതൊക്കെ. നമ്മൾ ഫൈറ്റ് ചെയ്യണം, നമുക്ക് അങ്ങനെ എല്ലാ രീതിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള റിലേറ്റബിലിറ്റി എല്ലാവർക്കും അത് വായിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒട്ടും ബുക്ക് വായിച്ചവരെയും അത് സിനിമ കാണുന്നവരെയും ഡിസപ്പോയിന്റ് ചെയ്തെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യുമ്പോഴും. അതിന് നീതി പുലർത്തണം, ആ ക്യാരക്ടറിനോട് നീതി പുലർത്തണം എന്നുള്ള രീതി തന്നെയാണ് അതിനെ കൺസീവ് ചെയ്തത്.